എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ്. നമ്മൾ സാധാരണ ചെയ്തിട്ടെടുക്കുന്ന ഒരു ചിക്കൻ കട്ട്ലേറ്റിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പുറമെ പൊട്ടിയൊന്നും പോകാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ചിക്കൻ കട്ട്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 450 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കന്. നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ചതിന് ശേഷം അവരെല്ലാം തന്നെ കളഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പം ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഞാൻ ഇതുള്ളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലൊരു ചിക്കൻ സ്റ്റോക്കാണ്, മാഗി ക്യൂബ്. ഇതുപോലൊരു പാക്കറ്റിൽ 2 എണ്ണം കാണുമല്ലോ, അതിൽ ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലൊന്ന് പൊടിച്ചിട്ട് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ചിക്കൻ വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു ചിക്കന്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു രീതിക്ക് വേവിച്ചിട്ടെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ നല്ല ഉപ്പുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് കുറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ ഉപ്പുള്ള ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ അളവ് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രമേ പിന്നീട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകട്ടോ. അങ്ങനെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് കുറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തേക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ചിക്കനകത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ഇനി ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കനകത്തു നിന്ന് അത്യാവശ്യം ഒന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് വറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞു വന്നതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ചിക്കനൊക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടിയാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അരഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു മുഴുവൻ ചിക്കനും ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്ന രീതിയിൽ ഇതുപോലെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തിരി ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പില ഇതുപോലെ തിരി ചെറിയതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നമുക്ക് ഈ ഒരു സവാളയിൽ നിന്ന് വാടി കിട്ടണം. അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി. ചെറിയതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിൽ തന്നെ വേണം സവാളയും കിടക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് വഴണ്ടി പോയിട്ടുണ്ടെങ്കിൽ അത്രയൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ പച്ചമുളകും കുരുമുളക് പൊടിയാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കട്ട്ലേറ്റിന് ഒരു റെഡ് കളറിലുള്ള ഒരു മസാലയാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു മുളകിൻ്റെ എണ്ണം കുറച്ചാലും മതി. അപ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചെവിയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇപ്പം നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു റെഡ് കളറിലുള്ള ഒരു മസാലയാണ് വേണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആ ഒരു പച്ചമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പം ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരുന്ന ഒരു ചിക്കനാണ്. അപ്പോൾ ചിക്കൻ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു ചിക്കനിൽ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 450 ഗ്രാം അളവിൽ തന്നെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ നിന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഉടച്ചിട്ടെടുക്കണം. എന്നാൽ ഓവറായിട്ട് അങ്ങ് വെന്ത് പോകരുത് കേട്ടോ. ഒരുപാട് അതങ്ങ് ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരലുത്ത ഒരു കണക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു മിക്സും ഒരുപാട് ലൂസായി പോകും. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ചൊരു 1 ടീസ്പൂൺ അളവിൽ നമുക്ക് നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒരുപാടങ്ങ് കൂടി പോകരുത്. ഇതിൽ കുറച്ചൊരു എരിവിൻ്റെ ഒരു കുറവുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പിൻ്റെയും. ഇതിലൊക്കെ ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവിനായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഇനി എരിവ് വേണോ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു എരിവ് ഉപ്പെല്ലാം കറക്റ്റായിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് അടച്ച് വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ ഒരു ചൂട് കളഞ്ഞിട്ട് എടുക്കുക. അടച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ആവി തട്ടി വെള്ളം ഇറങ്ങി ചിലപ്പോൾ ഇതൊന്നും കൂടി ലൂസാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിത് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റായ ഒരു ഷേപ്പിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ബ്രെഡ് നമ്മൾ പൊടിച്ചിട്ടാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാനുള്ള ഒരു കട്ടിക്കായിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയിൽ നിന്ന് ഇതുപോലെ കുറച്ച് കൈ കൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. റൗണ്ട് ആക്കിയോ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലോ സ്ക്വയർ ആക്കിയൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി ചെറിയതാക്കിയിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ എല്ലാം തന്നെ ഞാൻ ഈ ഒരു ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൂറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കോൺഫ്ലോർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പുറമേ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പുറമേ ചിലപ്പോൾ പെട്ടെന്നൊക്കെ പൊട്ടി അങ്ങ് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പുറമേ പൊട്ടി വരുന്നതിന് മറ്റൊരു കാരണം ഒരുപാട് അങ്ങ് ചൂട് കൂടിപ്പോയാലും അതുപോലെ തന്നെ തീരെ അങ്ങ് ചൂട് കുറഞ്ഞ് ഒരുപാട് സമയം കട്ട്ലേറ്റ് എണ്ണയിൽ കിടക്കുമ്പോഴും അവർ പുറമേ പൊട്ടി വരും. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വിസ്കോ ഫോർക്കോ ഒക്കെ വെച്ചിട്ടൊന്ന് അടിച്ചിട്ടെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആണ്. റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബ്രെഡ് പൊടിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണെങ്കിലും മതി കേട്ടോ. ഇനി നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ഇത് ഓരോന്നും എടുത്തിട്ട് ആദ്യം മുട്ടയുടെ ഈ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ഒരു ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, എല്ലാം തന്നെ ആദ്യം ഒരു മുട്ടയിൽ മുക്കി നന്നായിട്ടൊരു ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഇതിലൊരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കട്ട്ലേറ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പൊട്ടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാടങ്ങ് തീ കൂട്ടി വെച്ച് കൊടുക്കാനും പാടില്ല, ഒരുപാട് തീ കുറയ്ക്കാനും പാടില്ല. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓയിലിനകത്തുനിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നല്ലൊരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുറമേ ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു കട്ട്ലേറ്റ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിക്കും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ നല്ല ചൂട് ചായയുടെ ഒപ്പം ടൊമാറ്റോ കച്ചപ്പൊക്കെ മുക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക.
നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.